വെൽക്കം ഓൾ ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഒരു പുതിയ ടോപ്പിക്കാണ് നോക്കാൻ വേണ്ടി പോകുന്നത്, അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻറ്റ്. അപ്പം അക്കൗണ്ടിങ്ങിൻ്റെ മുൻപത്തെ ക്ലാസ്സുകൾ, അതായത് ബേസിക് തൊട്ടുള്ള അക്കൗണ്ടിങ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഐ ബട്ടണിലും പ്ലേലിസ്റ്റിലും കൊടുക്കുന്നതാണ്. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പം ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻ്റ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കൺസൈൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു അറേഞ്ച്മെൻ്റ് ആണ്. കൺസൈൻമെൻറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് വെർ ഗുഡ്സ് ആർ സെൻഡ് ബൈ ദി കൺസൈനർ ടു ദി കൺസൈനി ടു സെൽ ദം ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ. അതായത് ഇവിടെ കൺസൈനർ, അതായത് ഓണർ എന്ത് ചെയ്യുന്നു, ഒരു ഏജന്റിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഓണറിന് വേണ്ടിയിട്ട് ആ ഏജന്റ് ഗുഡ്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു അറേഞ്ച്മെന്റിനാണ് നമ്മൾ കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൺസൈനിക്ക് എന്താണ്, ഇങ്ങനെ ഗുഡ്സ് സെല്ല് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു കമ്മീഷൻ കിട്ടും. കൺസൈനി ഒരു സർവീസാണ് ഇവിടെ കൊടുക്കുന്നത്. സോ ഇവിടെ രണ്ട് പാർട്ടീസാണ് വരുന്നത്, കൺസൈനർ അതായത് ഓണർ ഓഫ് ദി ഗുഡ്സും കൺസൈനി അതായത് ഏജന്റ്. ആരാണോ കൺസൈനറിന് വേണ്ടിയിട്ട് സെല്ല് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ കൺസൈനി എന്ന് പറയുന്നത്. The consignee earns a commission for the services. അപ്പോൾ ആ ഒരു സർവീസ് ചെയ്യുന്നതിന് കൺസൈനിക്ക് എന്താണ് ലാഭം കിട്ടുന്നത്? കമ്മീഷൻ ആണ് കിട്ടുന്നത്. സോ ആരൊക്കെയാണ് ഇതിലുള്ളതെന്ന് നോക്കാം. കൺസൈനർ, ദ പേഴ്സൺ ഹൂ സെൻഡ്സ് ദ ഗുഡ്സ്. ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ കൺസൈനർ എന്ന് പറയുന്നത്. നോർമലി ഇതൊക്കെ വരുന്നത് ഷിപ്പ്, അതായത് നമ്മൾ ഷിപ്പിലെല്ലാം ഷിപ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ഗുഡ്സ് കൺസൈൻമെൻറ്റിൻ്റെ കേസൊക്കെ നോർമലി വരുന്നത്. ഇനി കൺസൈനി എന്ന് പറയുന്നത് ദ ഏജന്റ് ഹൂ സെൽസ് ദ ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്, കൺസൈൻമെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ഡോക്യുമെൻ്റ് ആണ് പ്രൊഫോമ ഇൻവോയ്സ്. ഈ പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. കൺസൈനർ പ്രിപ്പയർ ചെയ്തിട്ട് കൺസൈനിക്ക് അയച്ചു കൊടുക്കും. അതായത് എന്തൊക്കെ ഗുഡ്സ് ആണ് സെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ കാണിച്ചിട്ടുണ്ടാവുക. സോ എ ഡോക്യുമെന്റ് സെൻഡ് ബൈ ദി കൺസൈനർ ടു ദി കൺസൈനി ഷോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് സെൻഡ്. ദെൻ അക്കൗണ്ട് സെയിൽസ്. ഓക്കെ, പ്രൊഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനർ ആണെങ്കിൽ അക്കൗണ്ട് സെയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനിയാണ്. കൺസൈനി പ്രിപ്പയർഡ് ബൈ ദി കൺസൈനി ആൻഡ് സെൻഡ് ടു ദി കൺസൈനർ ഷോയിങ് ദ സെയിൽസ്, എക്സ്പെൻസസ്, കമ്മീഷൻ ആൻഡ് നെറ്റ് എമൗണ്ട് പേയബിൾ. എത്രയാണ് സെയിൽ ചെയ്തത്, എത്ര എക്സ്പെൻസ് ആയി, എത്ര കമ്മീഷനാണ്, ബാക്കി എത്രയാണ് കൺസൈനറിന് കൊടുക്കാനുള്ളത് എന്ന് ഷോ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് അക്കൗണ്ട് സെയിൽ. ഇനി കൺസൈനറിൻ്റെ കേസിൽ കൺസൈൻമെൻറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഔട്ട്വാർഡ് കൺസൈൻമെൻ്റ് ആണ്. ഓക്കെ, ഔട്ട്വാർഡ് കൺസൈൻമെൻ്റ് ആണ്, കാരണം ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു പുറത്തേക്ക്. ഇനി കൺസൈനിയുടെ കേസിലാണെങ്കിൽ അത് ഇൻവാർഡ് കൺസൈൻമെൻ്റ് ആണ്. ജസ്റ്റ് ആ ടേംസ് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കും. ഇനി ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് റിമൈൻസ് വിത്ത് ദി കൺസൈനർ. സോ ദി ഓണർ ഓഫ് ദി ഗുഡ്സ് വിൽ ഡെഫിനറ്റ്ലി ബി ദി കൺസൈനർ. ദെൻ റിസ്ക് ഇസ് ബോൺ ബൈ ദി കൺസൈനർ. സോ റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗുഡ്സ് വിൽ റിമൈൻ വിത്ത് ദാറ്റ് കൺസൈനർ ഇറ്റ്സെൽഫ്. Then consignee is not the owner, only an agent. So here consignee is only an agent, not owner. Then commission is given to the consignee for sales. For how much he makes sales, that much commission is given by the consignor to the consignee. എത്രയാണോ സെയിൽസിൻ്റെ പെർസെൻറ്റേജ് അത് വെച്ചിട്ടായിരിക്കും കമ്മീഷൻ കൊടുക്കുന്നത്. Then unsold stock is returned or reported. അപ്പം ഈ കൺസൈനിക്ക് എല്ലാ ഗുഡ്സും വിൽക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ ബാക്കി അൺസോൾഡ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. ആർക്ക്? കൺസൈനറിന്. ഓക്കെ, ഓണർ ഓഫ് ദി ഗുഡ്സ്. ബിക്കോസ് ദ റിസ്ക് ഇസ് ബോൺ ബൈ ദി കൺസൈനർ ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗുഡ്സ് റിമൈൻ വിത്ത് ദി കൺസൈനർ ഇറ്റ്സെൽഫ്. ഇനി നമ്മൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജസ്റ്റ് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നോക്കാം. പ്രൊഫോമ ഇൻവോയ്സും അക്കൗണ്ട് സെയിൽസും. അക്കൗണ്ട് സെയിൽസ് നമ്മൾ പറഞ്ഞ് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനി ആണ്. ഇനി പ്രൊഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനർ ആണ്. ഇനി അക്കൗണ്ട് സെയിൽസിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്? അക്കൗണ്ട് സെയിൽസിൽ മെയിനായിട്ടും വരുന്നത് ഗുഡ്സ് സോൾഡ് ബൈ ദി കൺസൈനി. എന്തൊക്കെ ഗുഡ്സ് സോൾഡ് ചെയ്തു, അതിൻ്റെ എക്സ്പെൻസ് എന്തൊക്കെയാണ്, കമ്മീഷൻ എത്രയാണ്, ആൻഡ് അഡ്വാൻസ് ഡിഡക്റ്റഡ്, നെറ്റ് ബാലൻസ് പേയബിൾ ടു ദി കൺസൈനർ. ഇതൊക്കെ കുറച്ചിട്ട് ബാക്കി എത്രയാണ് ഇനി കൺസൈനറിന് കൊടുക്കാനുള്ളത് എന്നൊക്കെയാണ് അക്കൗണ്ട് സെയിൽസ് കാണിക്കുന്നത്.
ഇനി പ്രൊഫോമ ഇൻവോയ്സിൽ എന്താണ് ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്ത ഗുഡ്സിൻ്റെ പർട്ടിക്കുലേഴ്സ് ആണ് പ്രൊഫോമ ഇൻവോയ്സിൽ കൊടുക്കുന്നത്. ഇനി നേച്ചർ, ഇപ്പോൾ അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നേച്ചറാണ് വരുന്നത്, ഓർ അക്കൗണ്ട് ഓഫ് സെയിൽസ്. ഇനി പ്രൊഫോമ ഇൻവോയ്സ്, ഓക്കെ, പ്രൊഫോമ ഇൻവോയ്സ് വരുന്നത് അഡ്വൈസ് നോട്ടാണ്. ഇനി അക്കൗണ്ട് സെയിൽസ് നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പീരിയോഡിക്കലി പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് അറ്റ് ദി കംപ്ലീഷൻ ഓഫ് സെയിൽസ്, ആ സെയിൽസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ ഗുഡ്സ്, ആ മൊത്തം സെയിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പീരിയോഡിക്കലി, ഇനി കുറേ നാളുകൾ ഉള്ളതാണെങ്കിൽ പീരിയോഡിക്കലി നമ്മൾ അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്ത് സെൻഡ് ചെയ്യും കൺസൈനറിന്. ഇനി പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത് അറ്റ് ദി ടൈം ഓഫ് ഡെസ്പാച്ച് ഓഫ് ഗുഡ്സ്, അതായത് കൺസൈനിക്ക് ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്ന സമയത്ത്, സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രൊഫോമ ഇൻവോയ്സ്. ഇനി ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ്? ഇറ്റ് മേക്സ് ദ കൺസൈനി അക്കൗണ്ടബിൾ ടു ദി കൺസൈനർ. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്താൽ അതിലുള്ള എമൗണ്ട് കൊടുക്കാൻ കൺസൈനി ബാധ്യതനാണ്. ദെൻ ദർ ഈസ് നോ റെസ്പോൺസിബിലിറ്റി ഓൺ ദി പാർട്ട് ഓഫ് കൺസൈനി. ഓക്കെ, ഇവിടെ കൺസൈനിക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, കാരണം അത് പ്രൊഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനറാണ്. ദെൻ ബേസിസ് ഫോർ എൻട്രീസ് ഇൻ ബുക്സ്. അപ്പോൾ ഈ അക്കൗണ്ട് സെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇറ്റ് സെർവ്സ് ആസ് എ ബേസിസ് ഫോർ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ദി കൺസൈനർ. ദെൻ പ്രൊഫോമ ഇൻവോയ്സ് മീൻസ് ജസ്റ്റ് അതൊരു അഡ്വൈസ് നോട്ട് പോലെയാണ്. സോ അതുകൊണ്ട് അത് അക്കൗണ്ടിങ് എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ട് എടുക്കാറില്ല. അക്കൗണ്ട് സെയിൽസ് ആണ് കൺസൈനറിൻ്റെ ബുക്കിൽ അക്കൗണ്ടിങ് എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് ജേർണൽ എൻട്രീസ് ഇൻ കൺസൈനേഴ്സ് ബുക്സ്. കൺസൈനറിൻ്റെ ബുക്കിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ജേർണൽ എൻട്രീസ് ആണ്. ജസ്റ്റ് നോക്കിയാൽ മതി. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്, ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ദെൻ ഇനി എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് ഓർ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദി കൺസൈനി ആണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി അക്കൗണ്ട് ആണ് വരിക. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി അക്കൗണ്ട്. ഇനി സെയിൽസ് മെയ്ഡ് ബൈ ദി കൺസൈനി, അപ്പോൾ കൺസൈനിക്കാണ് ആ എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവുക. സോ കൺസൈനി അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ദെൻ കമ്മീഷൻ ഡ്യൂ ടു കൺസൈനി, കൺസൈനിക്ക് കമ്മീഷനിൽ ഡ്യൂ ആകുമ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി അക്കൗണ്ട്. ഫൈനൽ സെറ്റിൽമെൻറ്റ് റിസീവ്ഡ്, ഫൈനൽ സെറ്റിൽമെൻറ്റ് ആകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി അക്കൗണ്ട്. കാരണം എന്താണ്, ഫൈനൽ സെറ്റിൽമെൻറ്റിൽ എന്ത് ചെയ്യുന്നു, കൺസൈനർക്ക് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ കൺസൈനറിൻ്റെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും ഡെബിറ്റ് ആവുന്നത്. സോ കൺസൈനറിൻ്റെ ബുക്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി അക്കൗണ്ട് ആണ്. അൺസോൾഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട്, അൺസോൾഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ അൺസോൾഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ നോർമലി കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഈ എക്സ്പെൻസസ് ഒക്കെയാണ് നമ്മൾ കാണിക്കുക. ഇതൊരു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്, പിന്നെ എക്സ്പെൻസസ് ഒക്കെ എഴുതും. എക്സ്പെൻസസ്, കമ്മീഷൻ ഇതൊക്കെ പോവും. ഓക്കെ, എക്സ്പെൻസസ്, കമ്മീഷൻ ഇതൊക്കെയാണ് നോർമലി ഡെബിറ്റ് സൈഡിൽ വരാറുള്ളത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സെയിൽസ്, പിന്നെ ഇപ്പോൾ സ്റ്റോക്ക് പറയുന്നതാണെങ്കിൽ അൺസോൾഡ് സ്റ്റോക്ക് ഇതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരാറുള്ളത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് കമ്മീഷനാണ്. കൺസൈൻമെൻറ്റിൻ്റെ കേസിൽ വരുമ്പോൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് കൺസൈനിക്ക് എന്താണ് അവിടെ ആ സർവീസ് ചെയ്യുന്നതിൻ്റെ ഒരു റിട്ടേൺ വേണ്ടേ, അത് കമ്മീഷനാണ് കൺസൈനിക്ക് കിട്ടുന്നത്. സാധാരണ കൊടുക്കുന്നതാണ് ഓർഡിനറി കമ്മീഷൻ. ഓർഡിനറി കമ്മീഷൻ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടോട്ടൽ സെയിൽസിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കൊടുക്കുകയാണെങ്കിൽ അത് ഓർഡിനറി കമ്മീഷനാണ്. നെക്സ്റ്റ് ഉള്ള ടൈപ്പ് ഓഫ് കമ്മീഷനാണ് ഡെൽ ക്രെഡർ കമ്മീഷൻ. അതായത് നോർമൽ കേസിൽ ബാഡ് ഡെബ്റ്റ്സ് കൺസൈനി ബെയർ ചെയ്യില്ല. അതായത് ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് എപ്പോഴും കൺസൈനിക്കായിരിക്കില്ല, കൺസൈനറിനായിരിക്കും. നോർമൽ കേസിൽ കൺസൈനി ആ റിസ്ക് ഏറ്റെടുക്കില്ല.
ബട്ട് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൺസൈനി ആ ഒരു ബാഡ് ഡെപ്റ്റിന്റെ റിസ്ക് ഏറ്റെടുക്കും. സോ ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാ കമ്മീഷൻ ഫോർ ബെയറിംഗ് റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ്സ്. ദെൻ നെക്സ്റ്റ് വരുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. സോ ഈ ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ കമ്മീഷൻ ആണ് ഫോർ അച്ചീവിങ് സ്പെഷ്യൽ സെയിൽസ് ടാർഗറ്റ്സ്. സ്പെഷ്യൽ സെയിൽസ് ടാർഗറ്റ്സ് എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ എന്താ പറയുക, ഒരു ന്യൂ പ്രൊഡക്റ്റ് ലൈൻ ടു മാർക്കറ്റ്, ന്യൂ പ്രൊഡക്റ്റ് ലൈൻ ഉണ്ടെന്ന് വെച്ചാൽ അത് മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത്തരം കേസിൽ നമ്മൾ ഈ ഓവർ റൈഡിങ് കമ്മീഷൻ കൊടുക്കാറുണ്ട്. ഒരു പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതൊന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കമ്മീഷൻ കൊടുക്കാറുണ്ട്. സോ ഈ ടൈപ്പ് ഓഫ് കമ്മീഷൻ ഓർത്ത് വെക്കുക: ഓർഡിനറി കമ്മീഷൻ, ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ, ഓവർ റൈഡിങ് കമ്മീഷൻ. ഇതൊക്കെ മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ദെൻ നെക്സ്റ്റ് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. അതായത് ചില കേസിൽ എല്ലാം ഗുഡ്സ് സെൻഡ് ചെയ്ത എല്ലാ ഗുഡ്സും കൺസൈനിക്ക് വിറ്റ് പോകണമെന്ന് നിർബന്ധമില്ല. ചില കേസിൽ അത് ബാക്കിയാവാം, അല്ലേ? അൺസോൾഡ് സ്റ്റോക്ക് ആവാം. അതെങ്ങനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് അൺസോൾഡ്. ഓക്കെ, ആ അൺസോൾഡ് ഗുഡിന്റെ വാങ്ങുമ്പോൾ ഒരു കോസ്റ്റ് ഉണ്ടാവുമല്ലോ നമുക്ക് എന്തായാലും. ആ കോസ്റ്റ് പ്ലസ് പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നോൺ റെക്കറിംഗ്, എപ്പോഴും ഉണ്ടാവാത്ത, അതായത് നോൺ റിപ്പീറ്റേറ്റീവ് എക്സ്പെൻസസിനെയാണ് നമ്മൾ നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. സോ എന്താ നോക്കാം. നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ആർ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ടു ബ്രിങ് ഗുഡ്സ് ടു ദി ഗോഡൗൺസ് ഓഫ് കൺസൈനി. അതായത് ഈ ഗുഡ്സ് സെല് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഗുഡ്സിനെ കൺസൈനറിന്റെ അടുത്ത് നിന്നും കൺസൈനിന്റെ ഗോഡൗണിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യണം, അല്ലേ? ആ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് എക്സ്പെൻസസ് വരാം. ഫോർ എക്സാമ്പിൾ ഫ്രൈറ്റ്, ഇൻഷുറൻസ്, പിന്നെന്താ പാക്കേജിങ് ആൻഡ് ഫോർവേഡിങ് ചാർജസ്, കാർട്ടേജ്, ഇതൊക്കെ വരാറുണ്ട്. സോ ആ നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. നോൺ റെക്കറിംഗ് മീൻസ് എപ്പോഴും ഇല്ലാത്തത്. ഓക്കെ, വൺസ് മാത്രമാണ്, ആ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു എക്സ്പെൻസ് വരുന്നത്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അൺസോൾഡ് പ്ലസ് പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ്. പ്രൊപ്പോർഷനേറ്റ് ചെയ്യണം, കാരണം എല്ലാത്തിനും കൂടിയായിരിക്കും നമ്മൾ ചിലപ്പോൾ ഫ്ലൈറ്റ്, ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ടുണ്ടാവുന്നത്. അപ്പം ബാക്കി എത്രയാണോ ഉള്ളത് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് നമ്മൾ കൊടുക്കണം. ദെൻ ഫൈനൽ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കൺസൈൻമെന്റ്. ഇങ്ങനെയാണ് ഫൈനൽ പ്രോഫിറ്റ് ഓർ ലോസോ കണ്ടുപിടിക്കുന്നത്. നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് സെയിൽസ് മൈനസ് കോസ്റ്റ് പ്ലസ് എക്സ്പെൻസസ് കോസ്റ്റ് പ്ലസ് എക്സ്പെൻസസ് പ്ലസ് കമ്മീഷൻ. അങ്ങനെയാണ് നോർമലി കണ്ടുപിടിക്കുക. ഈ കൺസൈൻമെന്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ ഈ സൈഡ് കൂടുതലാണെങ്കിൽ ഇവിടെ നോർമലി ഇവിടെയാണ് പ്രോഫിറ്റ് വരാറുള്ളത്. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി ക്ലാസ്സുകൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.